ഇന്ന് നമ്മൾ പുതിയൊരു പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ജാപ്പനീസ് റൈസ് ഫിഷ് അല്ലെങ്കിൽ മഡോക്കോ റൈസ് ഫിഷ്. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം, നമ്മൾ ഇതിന്റെ ബ്രീഡിംഗ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച മെത്തേഡിൽ നിന്ന് വ്യത്യസ്തമായൊരു മെത്തേഡാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കുന്നത്. അതൊന്നുമില്ല, നമ്മൾ കൂട്ടായിട്ടിട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെ ആവുമ്പോൾ ഏതെങ്കിലും ഒരു ഫീമെയിൽ മെയ്റ്റ് ആയിട്ട് അതിന്റെ അടിയിലത്തെ ഫിന്നിലായിട്ട് അത് എഗ്ഗ് ഒട്ടിച്ച് നടക്കും. അപ്പം നമ്മൾ ഇവനെ സെപ്പറേറ്റ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാന്റ്സ് ആണ് വെച്ചു കൊടുക്കുക. അപ്പം അതിൽ എഗ്ഗ് സ്റ്റിക്ക് ചെയ്തിട്ടാണ് വിരിയാറ്. ഈ പ്രാവശ്യം നമ്മൾ വേറൊരു രീതിക്ക് നമ്മൾ ഈ കാണുന്ന പോലെയാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇട്ടുകൊടുത്ത ആ കോട്ടന്റെ വള്ളിയിൽ അത് എഗ്ഗ് സ്റ്റിക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ മാറ്റുക. ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ അത് എഗ്ഗ് സ്റ്റിക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ അതിന്റെ വയറ്റിൽ എഗ്ഗൊന്നും കാണില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ്ഗ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അവർ എഗ്ഗ് സ്റ്റിക്ക് ചെയ്തത്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഗ്ഗ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു വൈറ്റ് കളറിൽ റൗണ്ട് ആയിട്ട് കാണുന്നില്ലേ, അതാണ് എഗ്ഗ്. അപ്പോൾ നമ്മുടെ ഈ പരീക്ഷണം വിജയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനിയത് വിരിഞ്ഞാലാണ് നമ്മുടെ പരീക്ഷണം പൂർണ്ണമായിട്ട് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതിന്റെ അപ്ഡേറ്റ്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്.